friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെല്ലിലെ ഇഫ് ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സം, മാക്സിമം, മിനിമം, ആവറേജ് ഫംഗ്ഷൻസുകളെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെല്ലിലെ ഇഫ് ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പൊ ഒരുപാട് ഡൗട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ കൂടിയാണ് ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് സാഹചര്യം വരുമ്പോഴാണ് ഇഫ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇഫ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇഫ്. കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇത്ര എമൗണ്ടിന്റെ മുകളിലാണെങ്കിൽ ഇന്ന ആൻസർ കിട്ടണം, ഇത്ര കുറവാണെങ്കിൽ ഇന്ന ആൻസർ കിട്ടണം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിനെയാണ് കണ്ടീഷൻസ് എന്ന് പറയാം. അപ്പൊ ആ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഫംഗ്ഷൻ ആണ് ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്റ്റുഡൻസിന്റെ ഒരു മാർക്ക് ലിസ്റ്റ് ആണ് ഓൾറെഡി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് നമ്മൾ ടോട്ടലും ആവറേജും മാക്സിമം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി ഇവരുടെ ഗ്രേഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്ര മാർക്കിന്റെ മുകളിലാണെങ്കിൽ ഇന്നർ ഗ്രേഡ്, എത്ര മാർക്കിന്റെ താഴെയാണെങ്കിൽ ഇന്ന ഗ്രേഡ്, അവിടെ അങ്ങനെയാണ് വരിക. അപ്പൊ ആ ഒരു കേസിലാണ് നമ്മൾ ഇഫ് ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. ഇഫിന് തന്നെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ ഇഫ് ഉണ്ട്, നെസ്റ്റഡ് ഇഫ് ഉണ്ട്. അതായത് ഒറ്റ കണ്ടീഷനും ഒറ്റ റിസൾട്ടും മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ എങ്കിൽ അവിടെ സിമ്പിൾ ഇഫ് ആണ് വരിക, ഒറ്റ ഇഫ്. എന്നാൽ ഒരുപാട് കണ്ടീഷൻസ്, മൾട്ടിപ്പിൾ കണ്ടീഷൻസും മൾട്ടിപ്പിൾ റിസൾട്ടും നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയാം. അപ്പൊ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒന്നുമില്ല. നമ്മൾ എത്രത്തോളം കണ്ടീഷൻസ് ഉണ്ടോ അത്രയും തവണ നമ്മൾ ഇഫ് ഫംഗ്ഷൻസ് ഇങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് കണ്ടീഷൻസ് കൊടുക്കണം. അപ്പൊ നോക്കിക്കോളൂ എന്താണ് നമ്മുടെ കണ്ടീഷൻസ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഗ്രേഡ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൽ ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ടോട്ടൽ മാർക്ക് ഇതാണ്, ഓരോ സ്റ്റുഡൻസിന്റെയും ടോട്ടൽ മാർക്ക് ഇതാണ്. അപ്പൊ ഇതിൽ എ പ്ലസ് എ, അതുപോലെ ബി പ്ലസ് ബി, ഇത്രയും ഗ്രേഡുകളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതിന് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് കൊടുക്കുകയാണെന്ന് നോക്കിക്കോളൂ. ഇതിലും 400ന്റെ മുകളിലേക്കുള്ള മാർക്ക് ഉണ്ട്, 300ന്റെ മുകളിലേക്കുള്ളതുണ്ട്, 200ന്റെ മേലേക്കുള്ള പല മാർക്കുകളാണ്. അപ്പൊ എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 400 ആണെങ്കിൽ, അതായത് 400ന്റെ മുകളിൽ ഒരു കുട്ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വരേണ്ട ഗ്രേഡ് എന്ന് പറയുന്നത് എ പ്ലസ് ആണ്. അപ്പൊ ഞാനിവിടെ എ പ്ലസ് എന്നുള്ള കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേറ്റർ ദാൻ 350 ആണെന്നുണ്ടെങ്കിൽ, 350ന് മുകളിൽ ഒരു കുട്ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഗ്രേഡ് എന്ന് പറയുന്നത് എ ആണ്. പ്ലസ് അവിടെ വേണ്ടട്ടോ, നമുക്ക് എ മാത്രം മതി. പിന്നെ ഗ്രേറ്റർ ദാൻ 300 ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഗ്രേഡ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ബി പ്ലസ് ആണ്. നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ 250 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 250 ആണെങ്കിൽ നമുക്ക് വരേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ബി ഗ്രേഡ് ആണ്. ഇത്രയും മതി നമുക്കിപ്പോ ഇവിടെ. അപ്പൊ ഇത്രയും മാർക്കുകൾ നമ്മൾ ഇത്രയും സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് മതി നമുക്ക്. ഇനി ആ ബിന്റെ താഴെ സി പ്ലസ് ഡി ഒക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത്രയേ കൊടുക്കുന്നുള്ളൂ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. 400ന്റെ മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ എ പ്ലസ്, 350ന് മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ എ, 300ന്റെ മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ ബി പ്ലസ്, 250ന്റെ മുകളിലാണെങ്കിൽ ബി. ഇതാണ് നമുക്ക് ഗ്രേഡ് ആയിട്ട് വരേണ്ടത്. ഇനി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. നമ്മളിവിടെ കൊടുക്കേണ്ട ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഈക്വൽ ടു ഇഫ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. വെറും ഇഫ് ആണ് ഇവിടെ വേണ്ടത്. അപ്പൊ ഇഫ് കൊടുത്തു. ഇഫ് കൊടുക്കുമ്പോ തന്നെ താഴെ ഇവിടെ കാണിക്കുന്നുണ്ട് ലോജിക്കൽ ടെസ്റ്റ്, വാല്യൂ ഇഫ് ട്രൂ, വാല്യൂ ഇഫ് ഫോൾസ് എന്നുള്ളതൊക്കെ
കാണാൻ പറ്റും. അപ്പൊ ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഇവിടെ റിസൾട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് അതിനെയാണ് ലോജിക്കൽ ടെസ്റ്റ്. അതിന്റെ കൂടെ എന്താണോ നമുക്ക് കണ്ടീഷൻ കൊടുക്കാനുള്ളത് അതും നമ്മൾ അതിന്റെ കൂടെ കൊടുക്കണം. അപ്പൊ എന്റെ ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ കിരൺ എന്ന് പറയുന്ന സ്റ്റുഡന്റിന്റെ ഗ്രേഡ് ആണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ ഈ കിരണിന്റെ ടോട്ടൽ ആണ് എന്റെ ലോജിക്കൽ ടെസ്റ്റ്. ടോട്ടലിനെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. അതിന്റെ കൂടെ എന്താണ് നമ്മുടെ ഫസ്റ്റ് വരേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത്? ഗ്രേറ്റർ ദാൻ 400 എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി 400 മാർക്കും അതിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് എ പ്ലസ് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 400 എന്ന് വേണം കൊടുക്കാൻ കേട്ടോ. 400ന്റെ മുകളിലുള്ളതിന് മാത്രം എ പ്ലസ് മതിച്ച അപ്പൊ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 400 എന്ന് മാത്രം കൊടുത്താൽ മതി. 400 കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 400 എന്ന് വേണം കൊടുക്കാൻ. ശ്രദ്ധിക്കണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ കൊടുക്കാൻ പോവാണ്. കണ്ടീഷൻ എന്താണോ അത് അതേപോലെ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഗ്രേറ്റർ ദാൻ 400 400ന്റെ മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് എ പ്ലസ്, 400 ഉള്ള ആൾക്ക് ഇല്ല. അപ്പൊ ഞാനിവിടെ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞു. ഇതാണ് എന്റെ ലോജിക്കൽ ടെസ്റ്റ്. അതായത് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 400. ഇനി നമ്മളൊരു കോമ കൊടുക്കണം. കോമ കൊടുക്കുമ്പോഴാണ് ഇവിടെ വാല്യൂ ഇഫ് ട്രൂ. എന്താണ് നമുക്ക് ട്രൂ ആയിട്ട് റിസൾട്ട് എന്താണ് വരേണ്ടത് അതാണ് വാല്യൂ ഇഫ് ട്രൂ എന്നുള്ളത് പറയണം. അപ്പൊ റിസൾട്ട് എന്താണ്? എ പ്ലസ് ആണ് നമ്മുടെ റിസൾട്ട്. അപ്പൊ ഈ ലെറ്റേഴ്സ് അതുപോലെ തന്നെ സിംബൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ റിസൾട്ട് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് നമ്മളൊരു ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ വേണം കൊടുക്കാനായിട്ട്. ജസ്റ്റ് നമ്മൾ എ പ്ലസ് എന്ന് മാത്രം കൊടുക്കരുത്. ഡബിൾ ഇൻവെർട്ടഡ് കോമ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എ പ്ലസ് എന്നുള്ളത് കൊടുക്കുക. അത് എല്ലാത്തിനൊന്നും ആവശ്യമില്ല, നമ്പേഴ്സിനൊന്നും വേണ്ട. ലെറ്റേഴ്സ് അതുപോലെ സിംബൽസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ വാല്യൂ ഇഫ് ട്രൂ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ കോമ കൊടുക്കുമ്പോൾ അവിടെ വാല്യൂ ഇഫ് ഫോൾസ് എന്നുള്ളൊരു ഫോൾസ് വാല്യൂ എന്താണ് അത് കൊടുക്കാണ്ടാവും. അപ്പൊ ഈ കേസിൽ നമുക്ക് ഫോൾസ് വാല്യൂ ഇല്ല, കാരണം ഇതിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുന്നതുകൊണ്ട്. സിംഗിൾ കണ്ടീഷൻ ഉള്ളൂ എന്നുള്ളതെങ്കിൽ നമുക്ക് ഒരു ട്രൂ വാല്യൂം ഒരു ഫോൾസ് വാല്യൂം വരും. അത് നമുക്ക് വേറെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതൊന്ന് ഫില്ല് ചെയ്യട്ടെ. അപ്പൊ ഇവിടെ ഫോൾസ് വാല്യൂ നമുക്ക് ഇതിൽ കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത കണ്ടീഷൻ കൊടുക്കണം. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 350 ആണ്. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഇഫ് എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ കൊടുക്കണം. അപ്പൊ രണ്ടാമത് നമ്മൾ ഇഫ് കൊടുക്കുമ്പോൾ ഈക്വൽ ടു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇഫ് മാത്രം മതി. ഇതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയാം. എത്രത്തോളം കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ടോ ഓരോ കണ്ടീഷന്റെ മുന്നിലും നമ്മൾ ഇഫ് കൊടുത്തോണ്ടേയിരിക്കണം. ഇതാണ് നെസ്റ്റഡ് ഇഫ്. അപ്പൊ വീണ്ടും ഞാൻ ഇഫ് ഓപ്പൺ ചെയ്തു. ഈ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ആവണം കേട്ടോ. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ ടാബ് കൊടുത്താലും മതി. ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. വീണ്ടും ലോജിക്കൽ ടെസ്റ്റ് സെയിം. നമ്മുടെ ടോട്ടൽ ഗ്രേറ്റർ ദാൻ 350 കോമ റിസൾട്ട് വരേണ്ടത് എ ആണ്. അപ്പൊ ഡബിൾ ഇൻവെർട്ടഡ് കോമയില് എ എന്നുള്ള റിസൾട്ട് കൊടുത്തു. വീണ്ടും കോമ. അടുത്ത ഫോൾസ് വാല്യൂ വേണ്ട. അടുത്ത കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ 300 ആണ്. വീണ്ടും നമ്മൾ ഇഫ് കൊടുക്കുക. അപ്പൊ ഇവിടെ ഇഫ് കൊടുത്തിട്ടുണ്ട്. ലോജിക്കൽ അത് ഇതേ ടോട്ടൽ തന്നെ ഗ്രേറ്റർ ദാൻ 300 കോമ 300ന്റെ മോളിൽ കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ബി പ്ലസ് ആണ്. അപ്പൊ നമ്മൾ അത് ഡബിൾ ഇൻവെർട്ടഡ് കോമയില് ബി പ്ലസ് എന്നുള്ളത് കൊടുത്തു. ഡബിൾ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തു. വീണ്ടും കോമ. അടുത്ത കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ 250 ആണ്. വീണ്ടും ഇഫ്. ഇതിങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതാണ് നെസ്റ്റഡ് ഇഫ്. വീണ്ടും ടോട്ടല് ആ സെയിം കുട്ടിയുടെ ടോട്ടൽ തന്നെ സെലക്ട് ചെയ്യാം. ഗ്രേറ്റർ ദാൻ 250 കോമ 250ന്റെ മോളിലേക്കാണെങ്കിൽ ബി ആണ് ഗ്രേഡ്. ഡബിൾ ഇൻവെർട്ടഡ് കോമയില് ബി എന്നുള്ള ഗ്രേഡ് കൊടുത്തു. ഡബിൾ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തു. ഇത്രയാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി നമുക്ക് അങ്ങോട്ട് എന്തില്ല, കണ്ടീഷൻസ് ഇല്ല. അപ്പൊ നമ്മൾ ഇനി ഇഫ് ഒന്നും കൊടുക്കണ്ട, നമുക്ക് ഇനി റിസൾട്ട് കിട്ടണം. അപ്പൊ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം പോയി എൻറ്റർ ചെയ്യരുത്, റിസൾട്ട് കിട്ടില്ല. നമ്മൾ എത്രത്തോളം ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ അത്രത്തോളം ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എത്ര ഇഫ് ഉണ്ട് നോക്കിയാൽ മതി. ഓരോ ഇഫിനും നമ്മൾ ഓരോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ 1 2 3 4 ബ്രാക്കറ്റ്, 4 കണ്ടീഷൻ ആണ് വന്നിട്ടുള്ളത്. 4 ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ 4 ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഓരോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴും അതിന്റെ കളർ ഇങ്ങനെ മാറുന്നത് കാണാം. ലാസ്റ്റ് അതൊരു ബ്ലാക്ക് കളറിലേക്ക് മാറും.
ലാസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തത് മാത്രമാണ് ബ്ലാക്ക് കളർ, മറ്റേതൊക്കെ റെഡ്, ഗ്രീൻ, ബ്ലൂ ഒക്കെയാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ ബ്ലാക്ക് കളറിലേക്ക് വന്നാൽ അവിടെ അത് എൻഡ് ആയി, ക്ലോസ് ആയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രേഡ് കിട്ടി. എ ഗ്രേഡ് ആണ് ഇപ്പൊ ഈ കുട്ടിയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. കാരണം ഈ കുട്ടിക്ക് 370 മാർക്ക്. 400ന്റെ മുകളിലേക്കുള്ള ആൾക്ക് എന്ത് വരുള്ളൂ? A+ വരുള്ളൂ. അപ്പൊ ആ ഒരു റിസൾട്ട് ഇവിടെ വന്നു. ഇനി നമ്മൾ ബാക്കിയുള്ളവരത് എന്ത് ചെയ്താൽ മതി? ഇതാ ഇങ്ങനെ കണ്ട് ഫില്ല് ചെയ്താൽ മതി. എല്ലാവരുടെ റിസൾട്ടും വന്നിട്ടുണ്ട്. രണ്ടു പേർക്കാണ് A+, 408ഉം 405 ഉള്ളവർക്ക് A+ വന്നിട്ടുണ്ട്. ബാക്കി 3 പേർക്ക് A, 289 മാർക്കുള്ള ആൾക്ക് B ഗ്രേഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് വെച്ചിട്ട് ഗ്രേഡ് കണ്ടുപിടിക്കുക. ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളും ഇഫ് വെച്ചിട്ട് കണ്ടുപിടിക്കാനുണ്ടാവും. ഇതാണ് നെസ്റ്റഡ് ഇഫ്. നെക്സ്റ്റ് നമ്മൾ ഇനി സിമ്പിൾ ഇഫ് എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്ത നെസ്റ്റഡ് ഇഫ് ആണ്. ഒറ്റ കണ്ടീഷനും ഒറ്റ റിസൾട്ടും, അതാണ് സിമ്പിൾ ഇഫ്. അപ്പൊ എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 300ന്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് പാസ്ഡ് ആണ്, പാസ്ഡ് ആണ്. എന്നാല് 300ന്റെ താഴെയുള്ള ആളുകള് ലെസ് ദാൻ 300 ആണെങ്കിൽ അവിടെ എന്താണ്? ഫെയിൽഡ് ആണ്. ഇതാണ് എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് റിസൾട്ടും ആണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ 300 ആണെങ്കിൽ പാസ്ഡ് ആണ്, ലെസ് ദാൻ 300 ആണെങ്കിൽ ഫെയിൽഡും ആണ്. ഇതാണ് എന്റെ കണ്ടീഷൻ. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു സെല്ലിലാണ് കേട്ടോ കണ്ടുപിടിക്കാൻ പോണത്. നമ്മൾ കൊടുക്കാം ഈക്വൽ ടു ഇഫ് കൊടുത്തു. ലോജിക്കൽ ടെസ്റ്റ് സെയിം, നമ്മുടെ ടോട്ടൽ ആണ്, ടോട്ടൽ 370 ടോട്ടൽ കൊടുത്തു. നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഗ്രേറ്റർ ദാൻ 300. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഗ്രേറ്റർ ദാൻ 300 എന്നുള്ളത് കൊടുത്തു, കോമട്ടു. വാല്യൂ ഇഫ് ട്രൂ. എന്താണ് നമ്മുടെ റിസൾട്ട്? പാസ്ഡ് ആണ്. അപ്പൊ ഈ പാസ്ഡ് എന്നുള്ളത് ടെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത്, ലെറ്റേഴ്സ് ആണ്. അത് നമ്മൾ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ കൊടുക്കണം. ലെറ്റേഴ്സ് വരുമ്പോഴും സിമ്പിൾസ് വരുമ്പോഴൊക്കെയാണ് ഡബിൾ ഇൻവെർട്ടർ കോമയിൽ കൊടുക്കേണ്ടത്. നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പാസ്ഡ് എന്നുള്ളത് കൊടുത്തു, കോമട്ട്. ഇനി നമ്മൾ ഇവിടെ ഇഫ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഈ ലെസ് ദാൻ 300 ഉണ്ടല്ലോ, ഇത് നമ്മൾ കണ്ടീഷൻ ആയിട്ട് പറഞ്ഞു എങ്കിലും അതിന് നമ്മൾ കണ്ടീഷൻ ആയിട്ട് ഇതിൽ കൊടുക്കേണ്ട സിമ്പിൾ ഇഫിലായിട്ട് ചെയ്യുമ്പോൾ വാല്യൂ ഈ ഫോൾസ് എന്നുള്ളത് പറയുമ്പോൾ ഈ 300ന്റെ മോളിലേക്കുള്ള ആൾക്കാർ പാസ്ഡ് ആണ്, 300ന്റെ താഴെയുള്ള ആൾക്കാർ എന്താണോ അതാണ് വാല്യൂ ഈ ഫോൾസ്. അപ്പൊ ഈ കണ്ടീഷൻ നമ്മൾ കൊടുക്കേണ്ട, റിസൾട്ട് മാത്രം കൊടുത്താൽ മതി. അതാണ് സിമ്പിൾ ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്താണ്? വാല്യൂ ഫോൾസ് ആയിട്ട് വരേണ്ടത് ഫെയിൽഡ് ആണ്. അതായത് 300ന്റെ താഴെയുള്ള ആൾക്കാർ ഫെയിൽഡ് ആണ്. അപ്പൊ ഡബിൾ ഇൻവെർട്ടർ കോമയില് ഫെയിൽഡ്, ആ റിസൾട്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഈ കേസിൽ നമുക്ക് ഇനി കണ്ടീഷന്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റ്, ഇവിടെ ഒറ്റ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ മതി. കാരണം ഒറ്റ ഇഫേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എൻ്റർ ചെയ്ത് നോക്കാം. അപ്പൊ ഈ കുട്ടിയുടെ പാസ്ഡ് ആണ്. കാരണം 300ന്റെ മോളിലേക്ക് ഉണ്ട് ഈ കുട്ടിക്ക് മാർക്ക് എന്ന് പറയുന്നത്, പാസ്ഡ് ആണ്. ഇനി ഓരോരുത്തരും നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഒരാൾ ഫെയിൽഡ് വരും, കാരണം ഈ കുട്ടിക്ക് 289 ടോട്ടൽ മാർക്കുള്ളൂ. ഇതാണ് നമ്മുടെ സിമ്പിൾ ഇഫ്. ഒറ്റ കണ്ടീഷനും ഒറ്റ റിസൾട്ടും ഉള്ളെങ്കിൽ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരുപാട് തവണ ഇഫ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒറ്റ കണ്ടീഷനും ഒറ്റ റിസൾട്ടും ഉള്ളെങ്കിൽ നമ്മൾ ഒറ്റ ഇഫ് കൊടുത്താൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ എക്സലിലെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.